ഹായ്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് പൊക്കവട കേട്ടോ. അപ്പം 3 സവാള എടുത്തു, ഒരു ഇഞ്ചി എടുത്തു, കറിവേപ്പിലയും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം മുളക് എടുക്കണില്ല കേട്ടോ, ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനില്ലതായതുകൊണ്ടാണ് മുളക് എടുക്കാത്തത്. അപ്പം മുളകും കൂടെ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടാട്ടോ പൊക്കവടക്ക് ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കുറച്ച് 2 കയ്യിൽ മൈദ ഇട്ട് കൊടുത്തു, കടലമാവും കൂടെ ഇട്ട് കൊടുത്തു, അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നേരത്തെ ഞാൻ ചതച്ച് വെച്ച ആ സവാള ഉണ്ടല്ലോ, സവാള ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരുമല്ലോ. കുറച്ച് കണ്ടില്ലേ, വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് ലേശം വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തു, അതിലോട്ട് കുറച്ച് ഓയിലാട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ലസിച്ചെടുത്തിട്ടാട്ടോ, ഒരു സ്പൂണിൽ കുറച്ചെടുത്തിക്കാണ്ടാണ് ഇങ്ങനെ ലസിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് കോരി മാറ്റിയിട്ടോ. അപ്പോൾ നമ്മളെ പൊക്കവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.